അപ്പം നമ്മുടെ ഇന്നത്തെ കഥ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു മോഷണ സിനിമയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഈ മോഷണ സിനിമ കാണാന്ന് പറയുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ടാവും. അതായത് നമ്മൾ കണ്ടുവരാറുള്ള ഒരു പാറ്റേൺ. പോകുന്നു, കൊള്ളയടിക്കുന്നു, പോലീസുകാർ വരുന്നു, ട്വിസ്റ്റ് ഉണ്ടാവുന്നു, ടേൺസ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് സ്ഥിരം കണ്ടുവരാറുള്ള ഒരു പാറ്റേൺ. എന്നാൽ ഈ സിനിമക്കകത്ത് വലിയ വലിയ ട്വിസ്റ്റുകളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, അതുറപ്പാണ്. കാരണം അത് ഈ സിനിമയുടെ കഥ തന്നെയാണ്. ഈ പിയാനോസ് എല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരു പിയാനോ ട്യൂണർ, അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. അയാൾക്ക് ഈ ലൗഡ് നോയ്സിനോടൊക്കെ ഭയങ്കര അലർജിയാണ്. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്രോക്യൂസിസ്. ഈ കണ്ടീഷനുള്ളവർക്ക് ലൗഡ് നോയ്സ് ഒന്നും കേൾക്കാൻ പാടില്ല. അഥവാ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ ഉണ്ടാവും. ഭയങ്കര വേദനയാണ് ഈ ലൗഡ് നോയ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അതേസമയം ചെറിയ സൗണ്ടുകളാണേലോ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോക്കസ് ചെയ്ത് ഇയാൾ വലിയൊരു സേഫ് ക്രാക്കറായിട്ട് മാറുന്നു. അതായത് ഏതൊരു ലോക്കറും അയാൾ ഈസി ആയിട്ട് തുറക്കും അയാളുടെ കേൾവി ശക്തി ഉപയോഗിച്ചിട്ട്. ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. വലിയൊരു വീട്ടിലേക്ക് പിയാനോ റിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന രണ്ട് പേര്, ഹാരി, നിക്ക്. പിയാനോ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു റിപ്പയറിംഗ് കമ്പനിയാണ് ഇവരുടേത്. അവർ ചെയ്യുന്ന ഓരോ കീസിൻ്റെയും ട്യൂണിങ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അത്രയും പെർഫെക്ഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും തിരക്കേടില്ലാത്ത കേൾവി ശക്തിയുടെ ആവശ്യമുണ്ട്. എന്നാൽ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. സത്യം പറഞ്ഞാൽ പ്രത്യേകതയല്ല, വലിയൊരു പ്രശ്നമാണത്. ഹാരിക്ക് കേൾവിക്കുറവുണ്ട്, എന്നാൽ നിക്കിന് കേൾവി കൂടുതലുണ്ട്. കേൾവി കൂടുതലെന്ന് പറയുമ്പോൾ അതൊട്ടും നോർമലല്ല. ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട് പോലും വളരെ ലൗഡായിട്ടാണ് കേൾക്കാൻ സാധിക്കുക. ആൻഡ് ലൗഡായിട്ടുള്ള നോയ്സ് അവൻ്റെ ചെവിയെ വല്ലാതെ വേദനിപ്പിക്കും. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അങ്ങനെ ഈ പിയാനോ ട്യൂൺ ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ പട്ടി അങ്ങ് കുരക്കാൻ ആരംഭിക്കുന്നത്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വേഗം തന്നെ വലിയ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നു. സോ എൻവയോൺമെന്റൽ സൗണ്ട് കൺട്രോൾ ചെയ്യാനാ വലിയ ഹിയറിംഗ് എയ്ഡ്. അതായത് ഈ പട്ടിയുടെ ശബ്ദം, ഹോണ്, സൈറന്റെ ശബ്ദം, ആംബുലൻസ്, ഇങ്ങനെയുള്ള വലിയ വലിയ സൗണ്ടുകൾ ഉണ്ടല്ലോ, ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന വലിയ ശബ്ദങ്ങൾ, അത് ചെവിയെ ബാധിക്കാണ്ടിരിക്കാനാ വലിയ ഹിയറിംഗ് എയ്ഡ്. ഇവന്റെ ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്രോകോസിസ്. പിന്നെ കേൾവിശക്തി കുറവുള്ള ഹാരി, അയാളത്ര ചില്ലറക്കാരനൊന്നുമില്ല. ശബ്ദത്തിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ വെച്ച്, ആ ഒരു ഫീലിംഗ് വെച്ച് അയാൾ ഏതൊരു പിയാനോയും ശരിയാക്കും. പക്ഷെ ഇപ്പോൾ തൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന നിക്കിയുണ്ട് കൂടെ. അങ്ങനെ ഇവർ ഓരോ വീടുകളിലും ചെന്ന് പിയാനോ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാരി ഒരു കാര്യം പറയുന്നത്. എടാ, ഞാൻ കേട്ടിട്ടുള്ള ബെസ്റ്റ് പിയാനിസ്റ്റ് ആരാന്നറിയോ? ഓസ്കാർ പീറ്റേഴ്സൺ. അതിനുശേഷം എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നീ വായിക്കുമ്പോഴാണ്. നീ എനിക്ക് വേണ്ടി ഒന്ന് വായിക്കുമോ? ഇത് കേട്ടേക്ക് അങ്ങേരാണെങ്കിൽ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങേർക്കൊട്ടും താല്പര്യമില്ല വായിക്കാനായിട്ട്. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ട്ടാ. പിന്നെ ഇങ്ങേര് പറഞ്ഞ ഓസ്കാർ പീറ്റേഴ്സൺ ഒരു ഫേമസ് പിയാനിസ്റ്റാ. അയാൾക്ക് ശേഷം നിക്കിയാന്നൊക്കെ പറയുമ്പോൾ അവൻക്ക് അത്രയും കഴിവുണ്ടെന്നർത്ഥം. പിന്നെ ഹാരി ആൻഡ് നിക്കി, ഇവരുടെ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസാ. ഇതാണ് ഹാരിയുടെ ഭാര്യ മാർല. ഇവർക്ക് നിക്കി എന്ന് പറഞ്ഞാൽ ജീവനാ. അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു ഹാരി. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ ഇവരാ അവനെ വളർത്തി വലുതാക്കിയത്. സത്യം പറഞ്ഞ ഒരു അഡോപ്റ്റഡ് അങ്കിൾ നെഫ്യൂ ബന്ധം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർല ഹാരിയുടെ ഹിയറിംഗ് എയ്ഡിനെ കുറിച്ച് ചോദിക്കുന്നത്. അങ്ങേർക്ക് ആ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. സോ ആരും അറിയാണ്ട് സേഫിനകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ് ഹാരി. ഇത് മനസ്സിലാക്കിയ മാർല സേഫ് അടിച്ച് തകർക്കാനാ പറയുന്നത്. കാരണം ആ ഹിയറിംഗ് എയ്ഡ് എങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത് വാങ്ങാന്ന് പറയുന്നത് ഒട്ടും നടക്കാത്തൊരു കാര്യമാണ്. അത്രയും എക്സ്പെൻസീവാണ് ഈ സാധനം. അങ്ങനെ നിക്കി സേഫ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഇതടിച്ച് തകർക്കാനൊന്നും പറ്റില്ല, അത്രയും ഹെവി ആയിട്ടുള്ള സേഫാണ്. ഞാനേ ഈ സേഫ് ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ് നിക്കി അതങ്ങ് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകാന്ന് മാത്രമല്ല, സേഫ് എങ്ങനെ ക്രാക്ക് ചെയ്യാന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കാണുന്ന വീഡിയോസിൽ പറയുന്നതനുസരിച്ച് ഒരു സേഫ് ക്രാക്കിംഗ് എക്സ്പേർട്ടിന് മാത്രമേ ശബ്ദം കൊണ്ടും ഫീൽ കൊണ്ടും ഒരു സേഫിനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. ഇവർ സെറ്റ് ചെയ്യുന്ന പാസ്വേഡിന് ഒരു കോണ്ടാക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതിലെത്തുമ്പോഴാണ് ശബ്ദം വരിക. അങ്ങനെയാണ് പാസ്വേഡ് മനസ്സിലാക്കുക. അങ്ങനെ നിക്കി അവൻ്റെ ആ ഹിയറിംഗ് എയ്ഡ് ചുമ്മാ ഒന്ന് മാറ്റി വെക്കുന്നു. അത് മാറ്റി അറിയാലോ, ചുറ്റുപാടുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും ലൗഡായിട്ടാണ് കേൾക്കുക. സോ അവൻ്റെ കേൾവിശക്തി ഉപയോഗിച്ച് കോണ്ടാക്റ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുന്നു, സേഫ് ക്രാക്ക് ചെയ്യുന്നു, തുറക്കുന്നു. അവൻ അത്രയും ഈസി ആയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ ജോലിക്ക് പോകുന്നു. എന്നാൽ ഇന്ന് ഹാരി കൂടെയില്ല. പുള്ളിക്കാരന് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ വലിയൊരു ഹാളിലാണ് വർക്കുള്ളത്. ഈ നാട്ടിൽ നടക്കുന്ന മിക്ക മ്യൂസിക് ഷോസും ഈ ഹാളിൽ വെച്ചിട്ടാണ് നടക്കാറ്.
അവിടെ പ്രാക്ടീസിനായിട്ട് കുറേ കുട്ടികളും വരാറുണ്ട്. അങ്ങനെ ഈ ഹാളിൻ്റെ മാനേജർ അവനെ മെയിൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വലിയൊരു പിയാനോ ഉണ്ട്. അതൊന്ന് ട്യൂൺ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക, അതാണ് ഇന്നത്തെ വർക്ക്. അപ്പോഴാണ് നിക്കി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഭയങ്കര പ്രാക്ടീസിലാണ്, അതും ഇങ്ങേര് ശരിയാക്കാൻ വന്നിട്ടുള്ള പിയാനോയുടെ മേളില്. ഇവളുടെ പേരാണ് റൂത്തി. ഇപ്പടുത്ത് ഇവൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ പ്രാക്ടീസിലാണ് റൂത്തി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾ വായിക്കുന്നത് പെർഫെക്റ്റ് ആവുന്നില്ല. സോ അവൾ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് നിക്കി വരുന്നതും റൂത്തിയോട് മാറാൻ പറയുന്നതും. ഓൾറെഡി ഭ്രാന്ത് കയറിയിട്ടിരിക്കുന്ന റൂത്തി ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ നീണ്ട വർക്കിന് ശേഷം ആ പിയാനോ സെറ്റാക്കി കൊടുക്കുന്നു. റൂത്തി പ്രാക്ടീസും ആരംഭിക്കുന്നു. ഈ പിയാനോയുടെ കീസിനെല്ലാം ഓരോ പേരുകളുണ്ടാവും, എ ബി സി എ എ ബി ബി അങ്ങനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ റൂത്തി വായിക്കാൻ ആരംഭിക്കുന്നു. അപ്പോഴാണ് ഇങ്ങേരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു കീ മര്യാദക്കല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അതൊന്നും കണ്ടെത്താനും പറ്റുന്നില്ല. ഇതൊക്കെയാണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് റൂത്തി പറയുന്നത്. എന്നാൽ നിക്കി അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ഇവളാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇവള് വായിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് അയാൾ ഏത് കീക്കാണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിച്ച്. ഹേയ്, ഞാൻ ഏത് കീ വായിച്ചാലും തനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കേട്ടേക്ക് ഓരോ കീസായിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങേരത് ഈസി ആയിട്ട് പറഞ്ഞും കൊടുക്കുന്നു. താൻ ചീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് കണ്ണടക്ക്. അങ്ങനെ കണ്ണടയ്ക്കുന്നു, വായിക്കാൻ ആരംഭിക്കുന്നു. സ്റ്റിൽ അവൻ ഈസി ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് റൂത്തി പല പല കീസും പ്രസ് ചെയ്ത് ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നത്. എന്നാൽ അതും ഒരു കീ പോലും തെറ്റാണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, പോകുന്നു. ഇവളാണെങ്കിൽ ഇതൊക്കെ കണ്ട് കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നിക്കി അടുത്ത വർക്കിന് പോകുന്നു. അതും ഏതോ വലിയൊരു പണക്കാരൻ്റെ വീട്ടിലോട്ട്. അവിടെയാണെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കേ. അത് മാത്രമല്ല, ചുറ്റിനും സെക്യൂരിറ്റി, CCTV ക്യാമറ എന്ന് വേണ്ട എല്ലാവിധ സെക്യൂരിറ്റി സിസ്റ്റവും ഉണ്ട്. ഇതാണ് സാം. പുള്ളിക്കാരനാണ് ഈ സെക്യൂരിറ്റി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതായത് ഒരു സെക്യൂരിറ്റി കമ്പനി ഉണ്ട് ഇയാൾക്ക്. ഈ പണക്കാരുടെ വീട്ടിലൊക്കെ ക്യാമറ വെക്കുക, സെക്യൂരിറ്റീസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് ഇയാളുടെ പ്രധാന പരിപാടി. അങ്ങനെ നിക്കി പണി തുടങ്ങാൻ പോകുന്നു. പക്ഷെ അവനെക്കൊണ്ട് സാധിക്കുന്നില്ല. ആ വീടിനകത്ത് കൺസ്ട്രക്ഷൻ പരമായിട്ട് പല വർക്കും നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ശബ്ദം കാരണം പിയാനോ ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ല. സോ രാത്രി വരാമെന്നും പറഞ്ഞ് നിക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ രാത്രിയായി. നിക്ക് വന്നു പിയാനോ റിപ്പയർ ചെയ്യാൻ ആരംഭിക്കുന്നു. പക്ഷെ വീടിനകത്ത് ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. അപ്പോഴാണ് മേളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം കേൾക്കുന്നത്, എന്തോ ഡ്രില്ല് ചെയ്യുന്നത് പോലെ. ഇത് കേട്ടേക്ക് നിക്കി രണ്ടും കൽപ്പിച്ച് മേളിലോട്ട് പോകുന്നു. ഈ ശബ്ദം നിർത്തിയാൽ മാത്രമേ അവൻക്ക് തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പുള്ളിക്കാരൻ അവിടെ കണ്ടെത്തുന്നത്. നേരത്തെ കണ്ട സെക്യൂരിറ്റി ഹെഡ് ഉണ്ടല്ലോ സാം, അവനും അവൻ്റെ ആൾക്കാരും കൂടെ ആ വീടിനകത്തുള്ള സേഫ് ഡ്രില്ല് ചെയ്ത് പൊളിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ കള്ളന്മാർ പിടിക്കപ്പെട്ട അവർ കിടന്ന് വെപ്രാളടിക്കാൻ തുടങ്ങും. എന്നാൽ സാമിന് ഭയം എന്ന് പറയുന്ന വികാരമില്ല. പുള്ളിക്കാരൻ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്, ഒന്നും സംഭവിക്കാത്തതുപോലെ. ആ ഇതാരാ, ടൂണറോ? താനെന്തവിടെ? നിങ്ങളെന്തി ചെയ്യുന്നത്? ഓ അതോ, ഇവിടുത്തെ ആ മുതലാളി ഉണ്ടല്ലോ, അങ്ങേര് പുതിയ സേഫ് മേടിച്ചു, അതും ഹൈലി അഡ്വാൻസ്ഡ് വൺ. സോ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം അതിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ മുതലാളി സേഫ് കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ എടുക്കാനാണോ പറഞ്ഞത്, അതോ പാസ്വേഡ് അടിച്ചെടുക്കാനാണോ പറഞ്ഞത്? ഇത് കേട്ടേക്ക് പെട്ടൂന്ന് മനസ്സിലായി. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല, നിക്കിയോടങ്ങ് ചൂടാവുന്നു. ഇത് കണ്ടേക്ക് നിക്കിയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളിൽ പോയി ചാടാൻ അങ്ങേർക്ക് ഒരു താല്പര്യമില്ല. സർ, ഐ എം സോറി. നിങ്ങളുടെ ഈ ശബ്ദം കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്ന് എപ്പോഴാ തീരാന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. എടാ പൊട്ടാ, ഇത് മോഷണ. ഇതെപ്പോഴാ തുറക്കാൻ പറ്റാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിനക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ നീ വന്ന് തുറക്ക്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ആ സേഫ് അങ്ങ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. വിത്ത് വൺ കണ്ടീഷൻ, ആരും ശബ്ദം ഉണ്ടാക്കരുത്, പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കണം. അങ്ങനെ എനിക്ക് അതങ്ങ് ഈസി ആയിട്ട് തുറന്നു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ഈ കള്ളന്മാരാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. ഈ സേഫിനകത്ത് ലക്ഷറി വാച്ചുകളാണ്, അതെടുക്കാനാ ഇവർ വന്നിരിക്കുന്നത്. നിക്കിയാണേലോ തുറന്നു കൊടുക്കുന്നു, അവൻ്റെ ജോലി നോക്കുന്നു. ആ സേഫിനകത്തുള്ള ഒരു സാധനം പോലും അവൻ തൊടുന്നില്ല. ആ സമയത്താണ് സാം കുറച്ച് ക്യാഷും അങ്ങേരുടെ കാർഡും കൊടുക്കുന്നത്. നിനക്ക് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ എന്നും പറഞ്ഞ് അവർ പോകുന്നു. നിക്കിയുടെ കാര്യത്തിൽ സാം അത്രയും ഇംപ്രസ്ഡ് ആണ്. അങ്ങനെ പിറ്റേ ദിവസമായി. നിക്കിയും ഹാരിയും കൂടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് റൂത്തി അങ്ങോട്ട് വരുന്നത്. ഇവൾക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ തന്നെ ഭയങ്കര നാണക്കേട്. ഇന്നലെ അത്രയും ചീപ്പായിട്ടാണ് അവനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഹാരി ഒരു പണി കൊടുക്കുന്നത്. അങ്ങേരുടെ വിചാരം ഇവർ ഫ്രണ്ട്സാന്നാ. വിചാരിക്കാന്ന് മാത്രമല്ല, ഇവനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും വളവളാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ ഹിയറിംഗ് കണ്ടീഷൻ, ആ കണ്ടീഷൻ കാരണം പിയാനോ വായിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് നിക്കീനെ.
ഹാരി ഒന്നും മിണ്ടാതിരിക്കി. ഡാ നിക്കി, നീ ഒരു കാര്യം ചെയ്യ്, അവളെ ക്ലാസ്സിലോട്ട് കൊണ്ടാക്ക് എന്നും പറഞ്ഞ് ബഹളാണ് അവിടെ. പുള്ളിക്കാരനെ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഇടക്കൊന്ന് വയലന്റ് ആവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഹാരി പറയുന്നത് പോലെ ചെയ്യുന്നു. അങ്ങനെ രണ്ടും കൂടെ നടക്കാൻ ആരംഭിക്കുന്നു. നടന്ന് നടന്ന് ഫ്രണ്ട്സ് ആവാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവരുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. അങ്ങനെ അവളെ ആക്കിക്കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഹാരിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതാ നിക്കി കാണുന്നത്. പുള്ളിക്കാരൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശാ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ട്രീറ്റ്മെൻറ്റിന് ഏകദേശം $36,000 വേണം. $36,000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. അത്രയും ഫണ്ട് റേസ് ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പോഴാണ് മാർല അവരുടെ വാന് വിൽക്കാന്ന് പറയുന്നത്. അത് വിറ്റാലും അധികം ക്യാഷൊന്നും കിട്ടില്ല. അത് മാത്രമല്ല, ഈ വാനിലാണ് ഇവർ ജോലിക്ക് പോവാറ്. സോ വിറ്റ് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാ. മാർല, നീ ടെൻഷനാവല്ലേ, ആ വാൻ ഞാൻ വാങ്ങാം. എടാ, അത്രയും ക്യാഷ് എവിടുന്നാ? നീ അത് എനിക്ക് വിട്ടേക്ക്, എങ്ങനെയും അറേഞ്ച് ചെയ്യാം എന്നും പറഞ്ഞ് വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് പിയാനോ റിപ്പയർ ചെയ്യാനായിട്ട്. പക്ഷെ എന്നിട്ടും ഒരു കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ ലോൺ എടുക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതും നടക്കുന്നില്ല. ഇനി പൈസ ഉണ്ടാക്കാൻ ഒരേ ഒരു മാർഗം മാത്രം. ചില സമയങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും, അതും തെറ്റായ തീരുമാനം. അങ്ങനൊരു തീരുമാനം നിക്കി എടുത്തു. അവൻ വേഗം തന്നെ സാമിനെ കോണ്ടാക്ട് ചെയ്യുന്നു, കാണാൻ പോകുന്നു. ഇങ്ങർക്കൊരു വെയർഹൗസ് ഉണ്ട്, അവിടുന്നാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാറ്. ആൻഡ് ഈ വെയർഹൗസിനകത്ത് മാസത്തിലൊരിക്കൽ വലിയ വലിയ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം അവൻ്റെ ടീമിനെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ബെന്നി, സാമിൻ്റെ ചേച്ചിയുടെ മകൻ. അവൻ അല്പം പൂക്കിയാണ്. സോ ഒന്ന് ടഫാക്കാൻ വേണ്ടി ചേച്ചി തന്നെയാണ് സാമിൻ്റെ അടുത്തോട്ട് അയച്ചിട്ടുള്ളത്. ആൻഡ് അങ്ങർക്ക് പട്ടിയെന്ന് പറഞ്ഞ ജീവന. ഇതാണ് യോണി, സാമിൻ്റെ വിശ്വസ്തൻ. നിക്കി, ഞാൻ ഈ സെക്യൂരിറ്റി സിസ്റ്റം വെച്ചു കൊടുക്കുന്ന ആളാ, അതും വെൽത്തി ആയിട്ടുള്ള ക്ലയൻറ്റുകൾക്ക്. സോ അവരുടെ വീടുകളിൽ ആളുണ്ടോ ഇല്ലേ എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. അല്ല, അവിടുന്ന് നിങ്ങളൊരു സാധനം മോഷ്ടിച്ചാൽ അവരറിയില്ലേ? തീർച്ചയായും. പക്ഷെ അവരുടെ വീട്ടിലെ പെയിന്റിങ്ങോ വെഡ്ഡിങ് റിങ്ങോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തേലും ആവണം. അവിടെ ഇവിടെയും കിടക്കുന്ന വാച്ച്, മോതിരം, ഇതൊന്നും എടുത്താൽ ആരും സംശയിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ അവർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സെർവൻറ്റിനെ അവർ ഫയർ ചെയ്യും, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞൊരു സേഫാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റും കൊടുക്കുന്നു. ആ 10 മിനിറ്റിനകം ഈ സേഫ് ക്രാക്ക് ചെയ്യണം. അതാണ് സാം കൊടുക്കുന്ന ചാലഞ്ച്. അങ്ങനെ ടൈമർ ഓൺ ആക്കുന്നു, പണി തുടങ്ങുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കോണ്ടാക്ട് പോയിന്റുകൾ തിരിച്ചറിയുന്നു. കൃത്യം 55 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ അതങ്ങ് തുറന്നു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഗണ്ണ് മുതൽ ലക്ഷറി വാച്ചുകളുണ്ട്. ഇതൊരു മിന്നായം പോലെയാണ് നിക്കി കാണുന്നത്. കാരണം സാം തുറന്ന പാട് അതങ്ങ് അടയ്ക്കുന്നു. നിക്കി, ഈ വരുന്ന ശനിയാഴ്ച ഒരു ജോലിയുണ്ട്, നീ ഓക്കെ അല്ലേ? എത്ര കിട്ടും? നിന്റെ പിയാനോ ജോലിയേക്കാൾ കൂടുതൽ. എനിക്ക് അഡ്വാൻസ് വേണം. ഇത് കേട്ടേക്ക് അഡ്വാൻസ് കൊടുക്കുന്നു. ആ പണം വാനിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് മാർലക്ക് കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് മാർലയാണെങ്കിൽ എവിടെ നിന്നാണ് ക്യാഷ് എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. അവരുടെ മകനെ പോലെയാണ് നിക്കി അവർ കാണുന്നത്. അവൻ വല്ല ചതിയിൽ പോയിട്ട് ചാടുമെന്ന് നല്ല പേടിയുണ്ട് അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിക്കിക്കൊരു കോള് വരുന്നത്. അതും റൂത്തിയാണ് വിളിക്കുന്നത്. ഹേയ്, ഇത് ഞാനാ റൂത്തി. എൻ്റെ കയ്യിലൊരു പിയാനോ ഉണ്ട്. ഇവിടുത്തെ പൈപ്പ് പൊട്ടി വെള്ളം വീണ് എൻ്റെ പിയാനോ ഒക്കെ നശിച്ചിരിക്കേ. ഒന്ന് നോക്കാൻ പറ്റുമോ? എനിക്ക് അത്രയും പ്രിയപ്പെട്ട പിയാനോ ആണ്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു. കണ്ടാൽ കീരിയും പാമ്പും ആണേലും പുള്ളിക്കാരൻ മുടിയൊക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നിക്കി റൂത്തിയുടെ വീട്ടിലെത്തി. ഈ പിയാനോ ആണെങ്കിൽ വളരെ പഴയതാ, അതും 1930 ഉണ്ടാക്കിയ സാധനം. എന്നാൽ ഇവൾക്ക് അതിനോട് ഭയങ്കര സെന്റിമെന്റ്സ് ഉണ്ട്. കാരണം ഇത് അവളുടെ ഗ്രാൻഡ്മ മരിക്കുന്നതിന് മുമ്പ് അവൾക്ക് കൊടുത്തൊരു സമ്മാന. ഇതും ഒരു പേള് വാച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വാച്ച് അവൾക്ക് എവിടെയോ നഷ്ടമായി. ഇനി ഇതോടെ നഷ്ടപ്പെടുത്താൻ അവൾക്കാവില്ല. അങ്ങനെ റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ ഏകദേശം $5,000 വരും. അത്രയും ക്യാഷൊന്നും റൂത്തിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് കണ്ണും തള്ളിയിട്ടാണ് റൂത്തി ഇരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറയുന്നത്. താൻ കാശൊന്നും തരണ്ട, ഞങ്ങൾ പല പണക്കാരുടെ വീട്ടിലും പിയാനോ റിപ്പയർ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും അത് വായിക്കാറില്ല. ചുമ്മാ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് അവർ പിയാനോ വാങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ ഇത് വായിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെ കാണുന്നത്. സോ ക്യാഷിൻ്റെ ആവശ്യമില്ല. ഇത് കേട്ടേക്ക് അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവാന്ന് മാത്രമല്ല, അവനക്ക് ഫുഡ് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടുതലായിട്ട് അങ്ങ് പരിചയപ്പെടുന്നു. മൈസ്നർ എന്ന് പറയുന്ന വലിയൊരു കമ്പോസർ ഉണ്ട്. പുള്ളിക്കാരൻ്റെ അപ്രന്റീസായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ഡ്രീം. ഓരോ ഇയറിലും ഇവൾ പങ്കെടുക്കുന്ന മറ്റേ പ്രോഗ്രാം ഉണ്ടല്ലോ, അവിടുന്ന് ഒരാളെ മൈസ്നർ തിരഞ്ഞെടുക്കാറുണ്ട്. സോ അതിനുവേണ്ടിയാണ് അവൾ അത്രയും കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അവൻ്റെ ഹിയറിംഗ് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അല്ലടോ, തനിക്ക് പിയാനോ വായിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലേ? ഇല്ല, കുറേ കാലം എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നൊരു തെറാപ്പി കിട്ടിയിട്ടുള്ളതുകൊണ്ട്
സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടുകൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. താനെന്താ പിയാനോ വായിക്കാത്തത്? ഇത് കേട്ടേക്ക് അവൻക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അവൻ്റെ ഈ ഹിയറിംഗ് കണ്ടീഷൻ, അതാണ് അവൻ പിയാനോ നിർത്താൻ കാരണം. അതുണ്ടാക്കുന്ന സൗണ്ടോ ചെവിക്ക് വരുന്ന ബുദ്ധിമുട്ടോ ഒന്നുമല്ല. തനിക്ക് ഇങ്ങനൊരു ഹിയറിംഗ് കണ്ടീഷൻ വന്നപ്പോൾ മെൻ്റലി വല്ലാതെ തളർന്നു. ചുരുക്കി പറഞ്ഞ മാനസികമായിട്ട് പുള്ളിക്കാരൻ ഓക്കെ അല്ല. അങ്ങനെ ഈ സമയത്താണ് സാം വിളിക്കുന്നത്. കാരണം ഇന്നാണ് ശനിയാഴ്ച. പിന്നെ പറയണ്ടല്ലോ, ബാക്കി നാളെ വന്ന് ശരിയാക്കാന്നും പറഞ്ഞ് അവനങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു മോഷ്ടിക്കാനായിട്ട്. അങ്ങനെ അവർ പോകുന്നത് വലിയൊരു ലക്ഷറി വീട്ടിലോട്ടാണ്. അവിടെയുള്ള ഒരു ഹിഡൻ സേഫ്, അതാണ് ഇവരുടെ ലക്ഷ്യം. അവിടെയുള്ള ക്യാമറ, സെക്യൂരിറ്റി സിസ്റ്റം, ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. അത് ഇൻസ്റ്റാൾ ചെയ്തത് തന്നെ സാം ആണല്ലോ. അപ്പം പിന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സ്വന്തം വീടായിട്ട് കരുതി അവരങ്ങ് ആരംഭിക്കുന്നു. എന്നാൽ നിക്കി ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചെയ്യുന്നത് തെറ്റാണല്ലോ. അതുകൊണ്ട് ചെയ്യണോ വേണ്ടേ ഒന്നും അറിയില്ല. ഈ സമയത്താണ് സാം ഒരു കാര്യം പറയുന്നത്. ഡേയ്, നിന്റെ വിചാരം എന്താ? ഇവനൊക്കെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നറിയോ? പാവപ്പെട്ടവർക്ക് ലോൺ കൊടുക്കും. അവരേതേലും 2 പേയ്മെൻറ്റ് മുടക്കിയാൽ അവരെ തെരുവിലേക്ക് ഇറക്കും. അവരുടെ പ്രോപ്പർട്ടി ഇവരങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് അധികം കുറ്റബോധമൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും നിക്ക് തയ്യാറാവുന്നില്ല. അപ്പോഴാണ് സാം മറ്റൊരു കാര്യം പറയുന്നത്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ തിരിച്ചു പോക്കോ, പക്ഷെ ഞാൻ തന്ന അഡ്വാൻസ് തിരിച്ചതാ. അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ അവനെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് മാത്രമല്ല, ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ വേറെ മാർഗമൊന്നുമില്ല. സോ അതങ്ങ് തുറന്നു കൊടുക്കുന്നു. അവനക്ക് ക്യാഷും കിട്ടുന്നു. പക്ഷെ ഇങ്ങർക്കറിയാത്തൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ ലോണിന്റെ കഥയുണ്ടല്ലോ, അത് നുണയാ. ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി സാം പറഞ്ഞൊരു കള്ളം. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റൽ ബില്ലിലേക്ക് കുറച്ച് ക്യാഷ് അടക്കുന്നു. റൂത്തിയുടെ പിയാനോ റിപ്പയർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞു. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അവർ പ്രണയത്തിൽ ഏർപ്പെടുന്നത്. 2 പേരും കിസ് ചെയ്യാൻ പോവുക. അപ്പോഴാണ് ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നത്. എന്തോ ചൂടാക്കാനായിട്ട് ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കരിയുന്നു, സ്മോക്ക് ഉണ്ടാവുന്നു, ഫയർ അലാം അങ്ങ് അടിക്കാൻ ആരംഭിക്കുന്നു. അതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ മാരക സൗണ്ടാ. അങ്ങേർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ. വലിയ ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ എടുത്തിട്ടുമില്ല. അങ്ങനെ റൂത്തി ഫയർ അലാം അടിച്ച് തകർക്കുന്നു. ഇവനോട് വന്നിട്ട് സോറി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവനൊന്ന് ഓക്കെയാവുന്നു. അവനെ കൂടുതൽ ഓക്കെയാക്കാൻ വേണ്ടി ഒരു കിസ്സാണ് കൊടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ മോഷണം, സേഫ് ക്രാക്കിംഗ്, പൈസ ഉണ്ടാക്കൽ, ഹോസ്പിറ്റൽ ബില്ല്, പ്രണയം എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും പുള്ളിക്കാരൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. റൂത്തിയും നിക്കിയും കൂടുതലായിട്ട് അങ്ങ് അടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊരു വീട്ടിൽ കയറുന്നത്. അവിടെ ഒരു പ്രത്യേകതരം റോളക്സ് വാച്ച് ഉണ്ട്. അതും പേള് കൊണ്ടുണ്ടാക്കിയ ഒരു റോളക്സ് വാച്ച്. അങ്ങനെ വാച്ച് കൊടുത്ത് നേരെ പോകുന്നത് റൂത്തിക്ക് ഗിഫ്റ്റ് ചെയ്യാനാ. അവളാണെങ്കിൽ റോളക്സ് ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. എടി, നീ പറഞ്ഞിരുന്നില്ലേ ഒരു പേള് കൊണ്ടുള്ള നിന്റെ ഗ്രാൻഡ്മയുടെ വാച്ചിനെ കുറിച്ച്? ഈ വാച്ച് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതുകൊണ്ടാ ഞാൻ വാങ്ങിച്ച് നിനക്കായിട്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നാൽ ഇവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് മാത്രമല്ല, ഒരാഴ്ചക്കുള്ളിൽ അവളുടെ പ്രോഗ്രാമാണ്. അതിൽ നിന്നൊരിക്കലും തൻ്റെ ഫോക്കസ് പോവാനും പാടില്ല. എന്നാൽ അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും വലിയ വാച്ച് വാങ്ങിച്ച് എന്നാണ് പുള്ളിക്കാരത്തി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സോ അതങ്ങ് സ്വീകരിക്കുന്നു. ഒരു കിസ്സും കൊടുക്കുന്നു. അവൾക്ക് അത്രയും സന്തോഷമായി. പക്ഷെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വന്നാലേ അവൾ അത് വെയർ ചെയ്യുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം പുതിയൊരു വർക്കും കൊണ്ടുവരുന്നത്. സാധാരണ വെയർ ഹൗസിലോട്ടാണ് വരാൻ പറയാറ്. എന്നാൽ ഇന്ന് പുതിയൊരു ലൊക്കേഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ആ ലൊക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. അതുകൊണ്ട് ഫ്ലൈറ്റ് അത്രയും അടുത്തൂടെയാണ് പോവുക. അതിൽ നിന്ന് വരുന്ന സൗണ്ടാണെങ്കിൽ മാരകമായിരിക്കും. വലിയ ഹിയറിംഗ് എയ്ഡ് വെച്ചാലും അത്ര സുഖമൊന്നുമില്ല. അങ്ങനെ വീടിനകത്തോട്ട് പോകുന്നു. ഇവിടെയാണെങ്കിൽ സാം ഉണ്ട്, ബെന്നിയുണ്ട്, യോണിയുണ്ട്, കൂടെ വേറെ 2 ചൈനീസും ഉണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല. സാം, ഇതൊക്കെ ആരാ? ഇത് ഞങ്ങളുടെ കൊളീഗാണ്. അവർക്കൊരു സേഫ് ക്രാക്ക് ചെയ്യാണ്ട്. അതിനുവേണ്ടി ഞങ്ങളെയാണ് ഹയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നിന്നെയും ഹയർ ചെയ്തു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് അവർക്ക് വേണ്ടി ആ സേഫ് ഒന്ന് ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ച് നീ പൊക്കോ. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ നോ എന്നാണ് പറയുന്നത്. പുള്ളിക്കാരനൊരു പേടി. അറിയാത്തവരുമായിട്ട് ഡീല് നടത്തുക എന്ന് പറയുമ്പോൾ റിസ്ക് ഒരുപാട് കൂടുതലാണ്. എന്നാൽ സാം എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ ചൈനീസുകാർ ഓപ്പൺ ആക്കേണ്ട സേഫ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഈ സേഫിനകത്ത് മറ്റൊരു സേഫ് ഉണ്ട്. അതാണ് തുറന്നു കൊടുക്കേണ്ടത്. പുറത്തുള്ള സേഫിൻ്റെ പാസ്വേഡ് ഇവർക്കറിയാം. സോ അതങ്ങ് തുറന്നു കൊടുക്കുന്നു. അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ട് കണ്ണും തള്ളിയിട്ടാണ് നിക്കിയിരിക്കുന്നത്. ഡ്രഗ്സ്, പണം, ഗണ്ണ്. ഇയാൾക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അവനാകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ സാം പറയുന്നതും കേട്ട് രണ്ടും കൽപ്പിച്ച് ആ സേഫ് അങ്ങ് ക്രാക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു.
അപ്പോഴാണ് ഫ്ലൈറ്റുകൾ ഓരോന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അറിയാലോ, ഹിയറിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ ഇയാൾക്കിത് തുറക്കാൻ പറ്റില്ല. ഫ്ലൈറ്റ് പോകുന്ന സമയം അറിയാണ്ട് ഹിയറിംഗ് എയ്ഡ് എങ്ങാനും ഊരി മാറ്റിയാൽ ആ ഫ്ലൈറ്റിന്റെ സൗണ്ട് ചെവിയിലേക്ക് തുളഞ്ഞു കയറും. സോ ഫ്ലൈറ്റ് വരുന്ന സൗണ്ട് ദൂരേന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബെന്നിയെ പുറത്തു നിർത്തുന്നു. അങ്ങനെ നിക്കി സേഫ് തുറക്കാൻ ആരംഭിക്കുന്നു. ഇവന്റെ കഴിവിനെക്കുറിച്ച് ചൈനീസുകാർക്ക് ഒരു ചുക്കും അറിയില്ല. ഇവരിതിന്റെ ഇടയിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് സാം എല്ലാത്തിനെയും അടക്കി നിർത്തുന്നത്. ഇതിന്റെ ഇടയിലാണെങ്കിൽ ഫ്ലൈറ്റിന്റെ ശല്യം വേറെ. ഫ്ലൈറ്റുകൾ വരുമ്പോൾ ബെന്നി വിളിച്ചു പറയും. അപ്പം തന്നെ ഹിയറിംഗ് എയ്ഡ് എടുത്ത് ഇടുകയും ചെയ്യും. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം ആ സേഫ് അങ്ങ് തുറന്നു കൊടുക്കുന്നു. എന്നാൽ ഇവൻ വിചാരിച്ചതുപോലെ പണമോ ഗോൾഡോ വാച്ചോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡയറിയാണ്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്തേലും ആവട്ടെ എന്നും കരുതി ആ ഡയറി അങ്ങ് എടുത്തു കൊടുക്കുന്നു. തിരിച്ചു പോവാൻ നിൽക്കുന്നു. അപ്പോഴാണ് ആ വീടിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്, അതും ഗണ്ണും കൊണ്ട്. ഈ ചൈനീസുകാരന്റെ മാമനാണ് വന്നിരിക്കുന്ന ആള്. ഇയാള് വരാന്ന് മാത്രമല്ല, നിക്കിയെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. എന്നിട്ട് എല്ലാവരോടും ഫോണുകൾ വലിച്ചെറിയാനാ പറയുന്നത്. ഇയാളുടെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്. സോ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ. ആൻഡ് സേഫിന്ന് കിട്ടിയ ഇയാളുടെ ഡയറി അയാൾക്കങ്ങ് തിരിച്ചു കൊടുക്കുന്നു. അതിനകത്തൊരു പേപ്പർ ഉണ്ട്. ഏതോ വലിയ ക്രിപ്റ്റോ കറൻസിയുടെ പാസ്വേഡ്, 12 റാൻഡം വേർഡുകൾ. അതായിരുന്നു ആ പാസ്വേഡ്. ഇങ്ങേരാണെങ്കിൽ അപ്പം തന്നെ അതങ്ങ് കീറിക്കളയാനും നിക്കിയോട് ഭക്ഷിക്കാനും പറയുന്നു. ആർക്കേലും ആ പാസ്വേഡ് കിട്ടിയ ഇയാൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ക്രിപ്റ്റോ അയാൾക്ക് നഷ്ടാവും. ഇവനാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടാണ് നിൽക്കുന്നത്. അയാൾ പറയുന്നത് പോലെ അതങ്ങ് തിന്നുന്നു. ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ബെന്നി അയാളെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ് വെക്കാതെയാണ് നിക്കിയിരിക്കുന്നത്. ഗൺഷോട്ടിന്റെ സൗണ്ട്, ആ ഒരു ആഘാതം വളരെ ശക്തിയേറിയതായിരുന്നു. അവന്റെ ചെവിയിലൊക്കെ വല്ലാത്തൊരു മൂളല്. ആ ഒരു ശബ്ദം അങ്ങേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, കൺമുന്നിൽ കിടക്കുന്നത് ഒരു ബോഡിയാണ്. അവൻ ആകെ പേടിച്ചുറച്ച് പുറത്തേക്ക് പോകുന്നു. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവന്റെ ആ ഒരു അവസ്ഥ കാരണം അവിടെ അങ്ങ് ഛർദ്ദിക്കുന്നു, വണ്ടിയും കൊണ്ട് പോകുന്നു. എന്നാൽ ഇവരാരും അറിയാതെ ആ ക്രിപ്റ്റോ കറൻസിയുടെ പാസ്വേഡ് അങ്ങേര് ഓർത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. ക്രിപ്റ്റോയുടെ സൈറ്റിൽ കയറി പാസ്വേഡ് അങ്ങ് അടിച്ചു കൊടുക്കുന്നു. ഏകദേശം $18 മില്യൺ. ഇത് കണ്ടിട്ട് ഇങ്ങേരാണെങ്കിൽ അന്തം വിട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അവൻ ആ ക്യാഷ് എടുക്കുന്നില്ല. ഇന്ന് കണ്ട കാര്യം അത്രയും ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ്. അവൻ മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ഹാരി മരണപ്പെടുന്നത്. അതും കൂടായപ്പോൾ പുള്ളിക്കാരനാകെ കയ്യിന്ന് പോകുന്നു. ഹാരിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ മോഷണത്തിനൊക്കെ കൂട്ടുന്നത്. എന്നിട്ട് പാളും പോയി താനൊരു ക്രിമിനലുമായി. സോ ആ ഒരൊറ്റ പോയിന്റിൽ വെച്ച് അവനൊരു തീരുമാനമെടുത്തു. ഇനി മോഷണവുമില്ല, സേഫ് ക്രാക്കിങ്ങും ഇല്ല. അങ്ങനെ ഹാരിയുടെ ഫ്യൂണറലായി. അപ്പോഴാണ് അങ്ങോട്ട് സാമു വരുന്നത്. വരാന്ന് മാത്രമല്ല, ഒരു കാര്യം പറയുന്നു. നീ ഇന്നലെ ചവച്ചരച്ച ആ പാസ്വേഡ് ഉണ്ടല്ലോ, അതില്ലേലും വേറൊരു വഴിയുണ്ട്. ഈ മരിച്ചയാളുടെ വീടിനകത്ത് ഒരു ഹാർഡ് വയർ വാളറ്റ് ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചാൽ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പണം നമുക്ക് സ്വന്താക്കാൻ പറ്റും. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ താല്പര്യമില്ല എന്നാ പറയുന്നത്. ഇന്നലത്തോടെ മതിയായി. മോനെനിക്ക് നിന്റെ ഗേൾ ഫ്രണ്ട് നന്നായിട്ട് പിയാനോ വായിക്കുമല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നാളെ വായിക്കാൻ അവൾക്ക് കയ്യില്ലാത്തത്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നാളെ കൃത്യം 10 മണി നീ വെയർ ഹൗസിൽ എത്തിയിരിക്കണം എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇവനാകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഹാരിയുടെ മരണം അവനെ വല്ലാതെ തളർത്തി. എല്ലാം കൂടെ ആലോചിച്ചിട്ടാകെ ഭ്രാന്ത് കയറുന്നുണ്ട്. അങ്ങനെ 10 മണിയായി. പോവണോ വേണ്ടേ അറിയില്ല. അങ്ങനെ ഒരുപാട് ആലോചിച്ചതിന് ശേഷം അവനൊരു തീരുമാനമെടുത്തു. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെ നിക്കി വീട്ടിലെത്തി. ഇവിടെ റൂത്തിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. നാളെയാണ് അവളുടെ പ്രോഗ്രാം. സോ കനത്ത പ്രാക്ടീസിലാണ്. ആൻഡ് അവനക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ അഭിപ്രായം പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല നിക്കി. സോ ജസ്റ്റ് ഒന്ന് കൊള്ളാമെന്നും പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കുന്നു. ഇത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. നിക്കി, നീ ഇതെന്താ ഇങ്ങനെ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു വിലയില്ലല്ലേ? അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്നും പോവും, പിയാനോ ട്യൂൺ ചെയ്യും, റിപ്പയർ ചെയ്യും, തിരിച്ചു വരും, ഉറങ്ങും. ഇതല്ലേ നിന്റെ ലൈഫ്? എന്തേലും ലക്ഷ്യം ഉണ്ടെങ്കിലേ ജീവിതം എന്താന്ന് പഠിക്കത്തുള്ളൂ. ഓ ലക്ഷ്യം, അതിനെക്കുറിച്ച് നിനക്കെന്തറിയാ? എൻ്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാ പിയാനോ വായിക്കാൻ. അപ്പോഴാണ് ഈ ഒടുക്കത്തെ ഹിയറിംഗ് കണ്ടീഷൻ. 2 വർഷം ഒരു ഇരുട്ടുമുറിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ ശബ്ദം പോലും എനിക്ക് പേടിയായിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനെയും ആയത്. ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് ഓക്കെ ആവാൻ വേണ്ടി മാത്രമാണ്. ആ എന്നോട് ജീവിതത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത് എന്നും പറഞ്ഞ് ദേഷ്യം കയറിയിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. ഇവൻ്റെ ഈ പെരുമാറ്റം കണ്ടേക്ക് റൂത്തിക്ക് മനസ്സിലായി അവൻ ഓക്കെ അല്ലാന്ന്. ഇങ്ങേരാണേലോ നേരെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് സാമും കൂട്ടരും വരുന്നത്. വരാന്ന് മാത്രമല്ല,
വരാൻ പറഞ്ഞ വന്നൂടടാ എന്നും പറഞ്ഞ് എയർ ഹോൺ എടുക്കുന്നു, അടിക്കുന്നു. മാരക സൗണ്ടാണ് അതിനകത്തുനിന്ന് വരിക. അവൻ്റെ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ. ഇയാളാണെങ്കിൽ ഹോൺ അടിക്കുന്നത് നിർത്തുന്നില്ല. അങ്ങനെ നിക്കിയുടെ ബോധം പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് അങ്ങേർക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അവൻ്റെ തലയിലൂടെ വെള്ളം കോരിയൊഴിച്ചിട്ടാണ് ഒന്ന് സ്റ്റേബിളാക്കുന്നത്. പക്ഷെ ഇങ്ങേർക്കാണെങ്കിൽ ഒരു വക കേൾക്കുന്നില്ല, വെറും മൂളൽ മാത്രം. അങ്ങനെ സാം ആ സേഫ് അങ്ങ് തുറക്കാൻ പറയുന്നു. കേൾക്കാൻ പറ്റാത്ത നിക്കി എന്തു ചെയ്യാനാ? പക്ഷെ സാം ആണെങ്കിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്കിക്കാണെങ്കിൽ എത്രയും വേഗം ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. കാരണം ഇന്നാണ് റൂത്തിയുടെ ഷോ, അവളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന പിയാനോ ഷോ. ഈ ഷോ കാണാനായിട്ട് നേരത്തെ പറഞ്ഞ ഫേമസ് കമ്പോസറായ മൈസ്നറും എത്തിയിട്ടുണ്ട്. റൂത്തി ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. നിക്കി വന്നാൽ മാത്രമേ അവൾക്കൊരു ധൈര്യം കിട്ടുള്ളൂ. ഇവിടെ നിക്കിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒന്ന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി കോഫി കുടിക്കുന്നു. അങ്ങനെ റൂത്തി രണ്ടും കൽപ്പിച്ച് ഷോ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. അതും അവൻ കൊടുത്ത റോളക്സ് ധരിച്ചുകൊണ്ട്. അറ്റ്ലീസ്റ്റ് അങ്ങനെയും അവൻ കൂടെയുണ്ടല്ലോ. അങ്ങനെ ഷോ ആരംഭിച്ചു. നിക്കിയാണെങ്കിൽ കഷ്ടപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സേഫ് അങ്ങ് തുറന്നു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, സാമും ടീമും കൂടെ ഗംഭീര ആഘോഷമാണ് അവിടെ. എന്നാൽ നിക്കി വേഗം തന്നെ ഹോളിലോട്ടാണ് പോകുന്നത് ഷോ കാണാനായിട്ട്. അവിടെയാണ് ട്വിസ്റ്റ്. ഇവന്മാർ ക്രിപ്റ്റോ നോക്കുമ്പോൾ 17 മില്യൺ ആണുള്ളത്. എന്നാൽ നിക്കി നോക്കിയപ്പോൾ 18 മില്യണും. സോ 1 മില്യൺ അവൻ നേരത്തെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്കറിയില്ല. സോ ഗംഭീര ആഘോഷമാണ് അവിടെ. ആൻഡ് റൂത്തിയുടെ ഷോ തകൃതിയായിട്ട് പോകുന്നു. അവിടെയുള്ള എല്ലാവരും നല്ല പക്ക ഇംപ്രസ്ഡ്, പ്രത്യേകിച്ച് മൈസ്നർ. അത്രയും ഗംഭീരമായിട്ടാണ് അവൾ വായിക്കുന്നത്. അങ്ങനെ ഷോ അവസാനിച്ചു. എല്ലാവരും കൈയടിക്കുന്നു. എന്നാൽ നിക്കി മാത്രം ഷോ കഴിഞ്ഞതിന് ശേഷമാണ് എത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ മൈസ്നർ അവളെ വിളിപ്പിക്കുന്നു, അങ്ങേരുടെ അപ്രന്റീസായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈസ്നർ ഇവളുടെ കയ്യിലെ റോളക്സ് വാച്ച് അങ്ങ് കാണുന്നത്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ആ വാച്ചിൻ്റെ അടിയിലായിട്ടൊരു സിമ്പലുണ്ട്. ആൻഡ് അതൊരു കസ്റ്റം മെയ്ഡ് റോളക്സ് വാച്ചാണ്. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കില്ല. ഇങ്ങേരുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത 2 വാച്ചുകളുണ്ട്. അതിൽ തൊന്നാണ് ഈ വാച്ച്. മറ്റേ വാച്ചാണെങ്കിൽ കാണാനുമില്ല. ചുരുക്കി പറഞ്ഞാൽ സാക്ഷാൽ മൈസ്നറിന്റെ വാച്ചാണ് പുള്ളിക്കാരൻ കട്ടുകൊണ്ട് വന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് നിക്കി അങ്ങോട്ട് വരുന്നത്. ഇവനെ കണ്ടതും ഈ വാച്ചിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങേർക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. സോ കാര്യങ്ങളെല്ലാം റൂത്തിക്ക് മനസ്സിലായി. അങ്ങനെ റൂത്തി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. ഇങ്ങേരാണേലോ മൈസ്നറിനോട് കുറേ സോറി പറയുന്നുണ്ട്. നിക്കി, റൂത്തിയെ ഇനി എനിക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കള്ളൻ്റെ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ കാണ്ട് എന്നും പറഞ്ഞ് പോലീസിനെ വിളിക്കാനിരിക്കുകയാണ് മൈസ്നർ. അപ്പോഴാണ് നിക്കി ഒരു കാര്യം പറയുന്നത്. സർ, ദയവ് ചെയ്ത് ഞാൻ കാരണം അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. നിങ്ങളുടെ 2 വാച്ച് പോയിട്ടില്ലേ, അതിലെ 2ാമത്തെ വാച്ച് ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരാം. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഒരു ചാൻസും കൂടെ കൊടുക്കുന്നു. ഈ വാച്ചുകൾ അയാൾക്ക് അത്രയും പ്രധാനമാണ്. അങ്ങനെ എനിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുന്നു ആ വാച്ച് തിരിച്ചു കൊണ്ടുവരാൻ. ആൻഡ് ഈ 2ാമത്തെ വാച്ച് ഇരിക്കുന്നത് സാമിന്റെ വെയർഹൗസിലാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവൻ കൊള്ളയടിച്ച 1 മില്യൺ മാർലക്ക് കൊടുത്തോണ്ടാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞ അവൻക്ക് വേണ്ടിയിട്ടല്ല, അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് താൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഈ പണം കണ്ടിട്ട് മാർലയാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ നിക്കി സാമിന്റെ വെയർഹൗസിലെത്തി. അവിടെയാണെങ്കിൽ ഗംഭീര പാർട്ടിയാണ് അരങ്ങേറുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആരും അറിയാണ്ട് നൈസായിട്ട് ആ സേഫ് അങ്ങ് തുറക്കുന്നു. എന്നാൽ അതിനകത്ത് വാച്ചില്ല. അപ്പോഴാണ് യോണി കയ്യോടെ പിടിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുവരുന്നതും. സാമാണേലോ കാര്യം അറിയാണ്ട് ഒരു ബാറ്റ് കൊണ്ട് അവനെ തല്ലാൻ തുടങ്ങുന്നു. അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വാച്ചിന്റെ കഥ അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ ഒരു റൂൾ അനുസരിച്ച് പണക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അവർ കൊള്ളയടിക്കാറില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെയിൻറ്റിങ്, വെഡ്ഡിങ് റിങ്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊന്നും അവർ കൊള്ളയടിക്കാറില്ല. അവിടെ ഇവിടെയും കിടക്കുന്ന ആർക്കും വേണ്ടാത്ത സാധനം മാത്രമാണ് ഇവരെടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം അവരുറപ്പായിട്ടും പിന്നാലെ വരും, കേസും കൊടുക്കും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വാച്ച്. ആൻഡ് ആ വാച്ചാണെങ്കിൽ സാമിൻ്റെ കയ്യിലുമുണ്ട്. ഇതൊക്കെ കേട്ടേക്ക് ബാക്കിയുള്ളവരാണെങ്കിൽ ആ വാച്ച് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അത് കൈവശം വെക്കുക എന്ന് പറയുന്നത് അത്രയും റിസ്ക് ആണ്. എന്നാൽ സാം അതൊന്നും കേൾക്കാണ്ട് എയർ ഹോൺ എടുക്കുന്നു, അവൻ്റെ ചെവിയിലോട്ടങ്ങ് അടിക്കുന്നു. ഇനി നീ മോഷ്ടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കത്തിയെടുക്കുന്നു. അവൻ്റെ ചെവിയുടെ പാടയുടെ മേളിൽ ഡാമേജ് ഉണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ കേൾവി ശക്തിയുള്ള ആള് കേൾവി ഇല്ലാത്തവനായിട്ട് മാറുന്നു. അങ്ങനെ നിക്കിയുടെ ബോധം പോകുന്നു. ബോധം വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ്. അവൻ്റെ 2 ചെവികളിൽ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആരേലും മെല്ലെ സംസാരിച്ചാൽ അങ്ങേർക്കത് കേൾക്കാൻ സാധിക്കില്ല. ആൻഡ് സാം ആ വാച്ച് അങ്ങ് തിരിച്ചു കൊടുത്തു.
അതും കൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. നിക്കിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർ കൊടുക്കുകയും ചെയ്തു. അപ്പം പിന്നെ ഈ വാച്ചിൻ്റെ ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർല അങ്ങോട്ട് വരുന്നത്. അവനെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും മാർലക്ക് മനസ്സിലാവും. അങ്ങനെ എനിക്ക് ആ വാച്ചും കൊണ്ട് മൈസ്നറിനെ കാണാൻ പോകുന്നു. ഇവൻ്റെ ഈ കണ്ടീഷൻ കണ്ടിട്ട് അങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യം മതി അവൻ നന്നായി എന്ന് പ്രൂവ് ചെയ്യാൻ. അങ്ങനെ വാച്ച് കൊടുക്കുന്നു. മൈസ്നർ പോലീസിനെ വിളിക്കുന്നതിന് പകരം തെറ്റ് തിരുത്താനുള്ളൊരു അവസരമാണ് കൊടുക്കുന്നത്. ടൂണർ, എൻ്റെ ഈ പിയാനോക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഏത് കീനാണ് പ്രശ്നമെന്നുള്ളത് കണ്ടെത്ത്. ഇയാൾക്കാണെങ്കിൽ കേൾവിയില്ല. സോ കണ്ടെത്താൻ ഒരേ ഒരു മാർഗം മാത്രം. ഹാരി ചെയ്തിരുന്നത് പോലെ വൈബ്രേഷൻ വെച്ച് ഫീലിങ്സ് വെച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ ഈ സമയത്താണ് റൂത്തി അങ്ങോട്ട് വരുന്നത്. മൈസ്നർ അവളെ അപ്രന്റീസാക്കി. അങ്ങനെ നിക്കി അവനൊരിക്കലും വായിക്കില്ല എന്ന് തീരുമാനിച്ച പിയാനോ വായിക്കാൻ തുടങ്ങുന്നു. ആരേക്കാളും ബെറ്ററായിട്ട്. കേൾവിയില്ലെങ്കിൽ കൂടെ അവൻ മനോഹരമായിട്ടാണ് അത് വായിക്കുന്നത്. ഇത് കണ്ടേക്ക് റൂത്തിയാണെങ്കിൽ ഹാപ്പി ആവുന്നു. തൻ്റെ യഥാർത്ഥ ഡെസ്റ്റിനി എന്താന്ന് നിക്കിക്ക് മനസ്സിലായി. ആൻഡ് അത്രയും അധികം വായിച്ചതിന് ശേഷം ഏത് കീനാണ് പ്രശ്നമെന്നുള്ളത് അവൻ കണ്ടുപിടിച്ചു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.